അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. 4 മണിക്കാണെങ്കിലും ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും കുറുവെക്കാൻ വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ചായ കുടിക്കാൻ തന്നെ 4 മണിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ. ചായ വേണ്ടേന്ന് ചോദിച്ചാൽ ഇവിടെ ചോദിക്കും, ചായക്ക് എന്താ കടി, ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ചോദിക്കുക. അപ്പോൾ എല്ലായിടത്തും എന്താ പറയാമെന്നറിയില്ല, ഇവിടെ കടി ഉണ്ടോയെന്ന് ചോദിക്കുക. അങ്ങനെ അപ്പോൾ ഇന്നത്തെ കടി ഞങ്ങൾ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ വല്ലാതെ ഷെയർ ചെയ്യേണ്ടി വരില്ല, കാരണം യൂട്യൂബൊക്കെ തുറന്നാൽ ഫുൾ ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ അമർത്തി ഇടുമ്പോൾ ചിലപ്പോൾ കൈ ഒട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണയാക്കി കൊടുത്താലും മതി. പിന്നെ ഇടയ്ക്കൊന്ന് നല്ല ഫ്രഷ് വാട്ടർ എടുത്തിട്ട് അതിൽ വെള്ളത്തിൽ മുക്കിയാൽ മതി കേട്ടോ കൈ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വല്ലാതെ ഒട്ടൂല. പിന്നെ അതേപോലെ ഒരു ടിപ്പുള്ളത്, ഫുള്ള് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മുട്ടയിൽ മുക്കുക. മുട്ടയിലും ഫുള്ള് കട്ട്ലേറ്റ് മുക്കി വെച്ചതിന് ശേഷം വേണം ബ്രെഡ് ക്രംസിൽ മുക്കാൻ. അങ്ങനെ ആകുമ്പോൾ സാധനങ്ങൾ കുറച്ച് മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മുട്ടയൊക്കെ കുറേ മുട്ട വേണ്ടി വരും. ഈ മുട്ടയിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ട കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ പണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇതാ കട്ട്ലേറ്റൊക്കെ ആയി. അപ്പം ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.